ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മഴ സീസൺ ആയതുകൊണ്ട് നമ്മുടെ വളർത്തു ജീവികൾക്ക് തൂക്കം എന്ന് പറയുന്ന മെയിൻ സംഭവം കോമൺ ആയിട്ട് വരുന്ന തൂക്കമാണ് മെയിനായിട്ട്. അപ്പോൾ അതിൽ ഈ തൂക്കം തന്നെ പല ടൈപ്പുകളുണ്ട്. ചില ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തേനൊക്കെ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. ഇപ്പോഴാണ് അതിന് സമയം കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതോ അതല്ലെങ്കിൽ എനിക്കറിയാത്തതുമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ആർക്കെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഉപകാരപ്പെടും. ഇപ്പോൾ വീഡിയോയിൽ പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ കോഴികൾ ഇപ്പോൾ കൂട് തുറക്കുന്നതുകൊണ്ട് ചെറിയൊരു ആക്റ്റീവ് കാണിക്കും. പക്ഷേ കോഴികൾ കണ്ടില്ലേ, കഴുത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കും. കോഴി എപ്പോഴും ഇങ്ങനെ ഉറങ്ങിയ ഭാഗം പോലെ ആയിട്ടാണ് കോഴി ഇരിക്കുക. അപ്പോൾ ഇതിന് മെയിനെ സംബന്ധിച്ച് തീറ്റയും കാര്യങ്ങളൊക്കെ എടുക്കും. കോഴി എപ്പോഴും നമ്മളൊരു അസുഖം വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കോഴി കറക്റ്റായിട്ട് അതിൻ്റെ മോഷൻസ് പോകുന്നുണ്ടോയെന്ന് ആദ്യം നോക്കണം. മോഷൻസ് പോകണ രീതിക്കനുസരിച്ചാണ് നമുക്കതിന് മെഡിസിൻസിൽ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. എല്ലാ കോഴികൾക്കും മെയിനായിട്ട് കാണുന്ന വെച്ചാൽ തൂക്കം, അതാണ് ഏറ്റവും കോഴികൾക്ക് മെയിനായിട്ട് നമുക്ക് കാണാം. മെയിനായിട്ട് കാണാം. അപ്പോൾ ഈ തൂക്കം നമ്മൾ കോഴിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കോഴി ഒന്ന് ആക്റ്റീവ് ആവും, ഒന്ന് ഒന്നിച്ച് ഓടും, നമുക്ക് പിടിക്കാനൊന്നും തന്നെ കിട്ടില്ല. അപ്പോൾ മോർണിംഗ് ടൈമിൽ നമുക്ക് ഏത് കോഴി അസുഖം വന്ന കോഴിയാണെങ്കിൽ പോലും മോർണിംഗ് ടൈമിൽ നമ്മൾ തുറന്നു പോകുന്ന സമയത്ത് നല്ല ആക്റ്റീവായിരിക്കും. അത് കഴിഞ്ഞാലാണ് അത് ഡൗൺ ആവുക. അപ്പോൾ നമ്മൾ കോഴി ഒരു ദിവസം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുക നമ്മൾ കോഴി ഒരു ദിവസം അടച്ച് വയ്ക്കുക. അപ്പോൾ കോഴി അടച്ചിടുന്ന സമയത്ത് അവിടെ വൃത്തിയാക്കിയിട്ട് വേണം അടച്ചേക്കാം. അപ്പോൾ അതിൻ്റെ മോഷൻസ് നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വെള്ള കളർ കഷ്ടമാണോ പച്ച കളർ കഷ്ടമാണോ നമുക്ക് ആദ്യം അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് രോഗം നമുക്ക് ഏകദേശം ഒരു കോഴി വളർത്തുന്ന ആളുകളാണെങ്കിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാകും എന്താണ് അസുഖം എന്നുള്ളത്. എല്ലാ പ്രശ്നത്തിൻ്റെയും മെയിൻ ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് തൂക്കം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഈ മഴ സീസണിൽ മെയിനായിട്ട് വരുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് തൂക്കം, അത് പിന്നെ തല കുടയുക. അപ്പോൾ എല്ലാത്തിനും ഓരോ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വരും വീഡിയോകളിൽ ഞാൻ കൊടുക്കുന്ന ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന സിറപ്പും കാര്യങ്ങളും ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കറിയാത്തതുമായിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായി. അപ്പോൾ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് ഒരു ടാബ്ലറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ടാബ്ലറ്റ് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് അസുഖങ്ങളെ ദഹന സംബന്ധമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ശ്വസന സംബന്ധമായിട്ട് ഈ വായു വിളിച്ചിട്ട് വരുന്ന പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഒരു പരിധി വരെ തടയാനുള്ള ഒരു മാർഗ്ഗമായിട്ട് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും പരിചയപ്പെടാം. എല്ലാവർക്കും നന്ദി.